ഹായ് എവ്രി വൺ. അപ്പോൾ സോറി, ഈ ഒരു ലുക്ക് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഫേസ് ക്ലീനപ്പ് റൂട്ടീനാണ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേസ് വാഷ് വെച്ച് യൂസ് ചെയ്യുക എന്നതാണുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിൻ്റെയൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെയൊക്കെ ഇമേജസും കാര്യങ്ങളും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ നല്ല രീതിയിൽ ഒരു 1 to 2 minutes ഒന്ന് ഫേസ് വാഷ് ഇട്ട് നല്ല രീതിയിലൊന്ന് മുഖം ഒന്ന് കഴുകി വൃത്തിയാക്കുക. സോ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് ഫേസ് സ്ക്രബാണ്. സോ ഫേസ് സ്ക്രബ് നിങ്ങൾ ഒരുപാട് നേരം എടുത്തിട്ട് സ്ക്രബ് ചെയ്യരുത്. ബിക്കോസ് അതിൽ കുറേ ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിൽ ഒരുപാട് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ലതല്ല. സോ ഇതേപോലെ നല്ല രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. മൂക്കിൻ്റെ സൈഡിലൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. കാരണം ഇവിടെയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡെഡ് സ്കിൻ സെൽസും അതും ഇതൊക്കെ അരി പിടിച്ചിരിക്കും. നെറ്റിയിലുമൊക്കെ നല്ല രീതിയിൽ മസാജ് ചെയ്ത് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഏത് പ്രോഡക്റ്റാണ് യൂസ് ചെയ്തതെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഇടയിൽ ഫോട്ടോ ഞാൻ കൊടുത്തിരിക്കാം. ഞാൻ പൊതുവെ ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് അധികം ചെയ്യാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ഐ തോട്ട് എല്ലാ സൺഡേസിലും ഇതേപോലത്തെ ഒരു ക്ലീനപ്പ് കാര്യങ്ങൾ ചെയ്യണം എന്ന്. കണ്ണിൻ്റെ അടിയിൽ അധികം ഇത് ഞാൻ തേച്ച വഴിയിൽ ഇങ്ങനെ പറ്റിയതാണ്. മെയിൻലി കണ്ണിൻ്റെ അടിയിൽ അധികം എടുത്തിട്ട് നമ്മൾ മസാജ് ചെയ്ത്, എസ്പെഷ്യലി സ്ക്രബ്. കാരണം അത് കണ്ണിൻ്റെ അടിയിൽ ഇവിടുത്തെ ഇത് തൊലി ഇതായിട്ട് നമുക്ക് നീറ്റിൽ വരാൻ തുടങ്ങും. സോ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു 20-30 seconds മാത്രം ഒന്ന് നല്ല രീതിയിൽ മസാജ് ചെയ്യുക, ദെൻ വാഷ് ഇറ്റ് ഓഫ്. ഓക്കെ, സോ നമ്മളെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് ഫേസ് മാസ്ക് ആണ്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ട് ഫേസ് മാസ്കിൻ്റെ ഇതും ഞാൻ കൊടുത്തിരിക്കാം ഇവിടെ എവിടെയെങ്കിലും ഫോട്ടോ, അത് ഏത് ബ്രാൻഡിൻ്റെയാണ് എന്നുള്ളത്. സോ ഈ ഒരു ബീട്രൂട്ട് ഫേസ് മാസ്കിൽ ഞാൻ തൈരാണ് ചേർത്തിരിക്കുക. ഈ ബീട്രൂട്ട് പൗഡറിൽ ഞാൻ എന്താ പറയുക, തൈരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാം. പാല് ചേർക്കാം, റോസ് വാട്ടർ എടുക്കാം, വെറും വെള്ളം മിക്സ് ചെയ്തിട്ടും വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാൻ തൈരാണ് എടുത്തിരിക്കുന്നത്. സി, നല്ല ബ്യൂട്ടിഫുൾ റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കാണാം. ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു പോർഷനിൽ വോയിസ് ഓവർ കൊടുക്കാമെന്ന് തന്നെ കരുതി. അപ്പം ഈ ഒരു ഫേസ് മാസ്ക് ഞാൻ തൈര് യൂസ് ചെയ്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞായിരുന്നു, നല്ല രീതിയിൽ മുഖത്തെ എല്ലാ സൈഡിലും അപ്ലൈ ചെയ്യുക. ഇത് ഇത്തിരി ഞാൻ മിക്സ് ചെയ്ത രീതിയിൽ ക്വാണ്ടിറ്റി കുറച്ച് കൂടിപ്പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി എനിക്ക് ബാലൻസ് വന്നു. നിങ്ങൾ നല്ല രീതിയിൽ നെറ്റിയിലും കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ കഴുത്തിലും കൂടെ ഡെഫിനറ്റ്ലി അപ്ലൈ ചെയ്യുക. എനിക്ക് പിന്നെ ആ കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഫേസിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങളും നോക്കൂ. ഇനി ഇതൊരു 15-20 മിനിറ്റ് നമ്മളെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. ഒരു ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവും അപ്പോഴത്തേക്ക് ഒരു 15-20 മിനിറ്റ് കൊണ്ട്. എന്നിട്ട് വെറും വെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയുക. ഓക്കെ, സോ അതാണ് നമ്മളുടെ തേർഡ് സ്റ്റെപ്പ്. ഓക്കെ, സോ ഈ ഒരു ക്ലീനപ്പിൻ്റെ റൂട്ടീൻ നിങ്ങൾ വീക്ക്ലി വൺസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, വീക്ക്ലി വൺസ് എന്ന് വെച്ചാൽ എനിക്ക് സൺഡേസിൽ ജിമ്മില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചെയ്യുന്നത്. മുടിയിൽ എണ്ണയൊക്കെ തേച്ച് പിന്നെ ഇതേപോലെ ഫേസിൻ്റെ കുറച്ച് ക്ലീനപ്പ് പരിപാടിയൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴാണ് കംഫർട്ടബിൾ ആ ഒരു ടൈമിൽ ചെയ്യുക. നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ ചെയ്യണമെങ്കിൽ 2 തവണ ചെയ്യാം, 3 തവണ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ അറ്റ്ലീസ്റ്റ് വീക്ക്ലി ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബിക്കോസ് ഫേസ് നമ്മൾ ഒബ്വിയസ്ലി കോളേജിൽ പോകണോ അല്ലെങ്കിൽ സ്കൂളിൽ പോകണോ അല്ലെങ്കിൽ വർക്കിന് പോകുന്നു, ഫേസൊക്കെ അത്രയ്ക്കും വെയിൽ കൊണ്ടും പൊടി കൊണ്ടും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ ഡള്ളാവും, ടാൻ അടിക്കും, എല്ലാം സംഭവിക്കുന്നതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും ഇങ്ങനെ ഒരു ക്ലീനപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് ഒരു യൂസേജിന് ഭയങ്കര റിസൾട്ട് വരുന്നതാണ്. പക്ഷേ ഗ്രാജുവൽ യൂസേജ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡിഫറൻസ് വരും. പാക്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതായത് ഈ ഫേസ് പാക്കിൽ നിങ്ങൾ ഡിഫറൻറ്റ് വെറൈറ്റീസ് ട്രൈ ചെയ്യുക. അതായത് ഇപ്പോൾ ബീട്രൂട്ട് പൗഡറിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ തൈര് ചേർത്ത് ഒരു ഫസ്റ്റ് വീക്കിൽ തൈര് ചേർത്താണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് വീക്ക് പാല് ചേർത്ത് യൂസ് ചെയ്യുക. തേർഡ് വീക്കിൽ റോസ് വാട്ടർ ചേർത്ത് യൂസ് ചെയ്യുക. ഫോർത്ത് വീക്കിൽ വേറെ എന്തെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ചേർക്കാൻ നിങ്ങൾക്ക് അറിയാം, എന്തെങ്കിലും ഐറ്റംസ് അറിയാം, അങ്ങനെ ചേർത്ത് മിക്സ് ചെയ്ത് ഡിഫറൻറ്റ് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഈ ഫേസ് പാക്കിനാണ് ഡിഫറൻറ്റ് പൗഡേഴ്സുകളുണ്ട്. ബീട്രൂട്ട് പൗഡർ മാത്രമല്ല, റോസ് പെറ്റൽ പൗഡർ ഉണ്ട്, അല്ലാതെ സാൻഡൽവുഡ് ഉണ്ട്, ഇതൊക്കെ കുറേ വെറൈറ്റി പൗഡേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മാറി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കറൻലി എൻ്റെ ഉള്ളത് ഈ ഒരു ബീട്രൂട്ട് പൗഡറും റോസ് പെറ്റൽ പൗഡറുമാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ അത് തൽക്കാലം തീരുന്നവരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം എന്നാണ് കരുതുന്നത്. സോ പിന്നെ സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവർ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ യൂസ് ചെയ്യേണ്ടത്. കാരണം സെൻസിറ്റീവ് ആയിട്ടുള്ളവർ അതനുസരിച്ചിട്ടുള്ള ഫേസ് പാക്സ് മാത്രമേ യൂസ് ചെയ്യാവൂ. ഈ ഒരു ഫേസ് പാക്ക് ഐ തിങ്ക് സോ സെൻസിറ്റീവ് ആയിട്ട് ഓൾ സ്കിൻ ടൈപ്സിനാണ്. അപ്പോൾ അതുകൊണ്ട് സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്ന് ഒത്തിരി തേനും വല്ലതും കൂടെയൊക്കെ മിക്സ് ചെയ്ത്, ഇപ്പം തൈരിൻ്റെ കൂടെ വേണമെങ്കിൽ ലേശം തേനോ അല്ലെങ്കിൽ പാലിൻ്റെ കൂടെ, ഇപ്പോൾ പാലിട്ടാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ഇത്തിരി തേനും കൂടെയൊക്കെ മിക്സ് ചെയ്ത് ഒരു ഡ്രൈനെസ് ആവാത്ത വിധത്തിൽ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ വലിയ ബ്യൂട്ടീഷ്യനൊന്നുമില്ല, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് വെച്ച് ഞാൻ ഓരോന്ന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇനിയൊരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴുകി കളഞ്ഞിട്ട് വരാം. കണ്ടോ, നല്ലൊരു ബ്രൈറ്റ്നസ് വന്നത് കണ്ടോ. ആ ഒരു ബീട്രൂട്ട് പാക്കിൻ്റെ ഇത് കാരണത്തെ നല്ലൊരു ബ്രൈറ്റ്നസ് വന്നിട്ടുണ്ട്. നിങ്ങൾ റെഗുലറായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നല്ല റിസൾട്ട് കിട്ടും. ഇവിടെ എനിക്ക് ഈ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ വന്നത് കണ്ടോ. സോ ഇതാണ് നമ്മുടെ റിസൾട്ട്.